നമസ്കാരം ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. സിസ്റ്റർ അഭയ കേസിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്ന KT മൈക്കിളിന്റെ ഹർജിയിൽ തുടരന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. KT മൈക്കിളിന്റെ ഹർജി വിധി വൈകിപ്പിക്കാനുള്ള തന്ത്രമാണോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കുവൈത്തിൽ സ്വദേശീവൽക്കരണം ഊർജിതമാക്കുന്നു. സർക്കാർ അർദ്ധ സർക്കാർ വിഭാഗങ്ങളിൽ 90% സ്വദേശീവൽക്കരണം ഉറപ്പാക്കാൻ ഉത്തരവ് പുറത്തിറക്കി. സ്വകാര്യ മേഖലയിലും സ്വദേശീവൽക്കരണം ഉറപ്പാക്കും. വിദേശ അധ്യാപക നിയമനം നിർത്തി. തൊഴിൽ തേടിയെത്തുന്ന വിദേശികൾക്ക് വിസ വിൽപ്പന നടത്തുന്നത് മനുഷ്യക്കച്ചവടത്തിന് സമാനമായ കുറ്റമായി പരിഗണിക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രി. നിയമം 2 മാസത്തിനകം പ്രാബല്യത്തിൽ വരും. ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനി കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ വാങ്ങി മുങ്ങിയത് ബംഗളൂരു സ്വദേശി. തട്ടിപ്പിന് ഇരയായവരിൽ മലയാളികളും. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. രണ്ടാമത് സിറിയൻ സഹായ ഉച്ചകോടി അടുത്ത മാസം 15-ന് കുവൈത്തിൽ നടക്കും. 60ഓളം രാജ്യങ്ങൾക്ക് ക്ഷണം. ഉച്ചകോടി ബാൻ കി മൂണിന്റെ അധ്യക്ഷതയിൽ. അഭയ കൊലക്കേസിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ഇനിയും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. CBIയുടെ അന്തിമ റിപ്പോർട്ടും രേഖകളും കോടതി തിരിച്ചു നൽകി. വിധി മുൻ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിളിന്റെ ഹർജിയിൽ. കേസ് അനന്തമായി നീട്ടാനുള്ള നീക്കമെന്ന് CBI മുൻ ഉദ്യോഗസ്ഥൻ വർഗീസ് P. തോമസ്. വിശദമായ വാർത്തയിലേക്ക്. ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. ബംഗളൂരു സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പ്രൈം മിഡിൽ ഈസ്റ്റ് ഷിപ്പ് ചാനലേഴ്സ് കമ്പനിയാണ് വിവിധ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ വാങ്ങി മുങ്ങിയത്. ദുബൈയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. പ്രൈം മിഡിൽ ഈസ്റ്റ് ഷിപ്പ് ചാനലേഴ്സ് LLC എന്ന പേരിൽ ദുബായിൽ പ്രവർത്തനാനുമതി ലഭിച്ച കമ്പനിയാണ് പ്രമുഖരുൾപ്പെടെ 50-ലധികം വ്യത്യസ്ത കമ്പനികളെ കബളിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. വിവിധ ഉൽപ്പന്ന വിതരണക്കാരായ കമ്പനികളിൽ നിന്ന് കടത്തിന് സാധനങ്ങളെടുത്ത് മറിച്ചുവിറ്റ് പണമുണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ബാംഗ്ലൂർ സ്വദേശി സെയ്ദ് മൻസൂർ അഹമ്മദ് എന്ന ആളുടെ ഉടമസ്ഥതയിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്. പ്രൈം മിഡിൽ ഈസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന പേരിൽ മറ്റൊരു കമ്പനിയും ഇയാളുടെ ഉടമസ്ഥതയിലായുണ്ട്. ഇയാളുടെ പ്രധാന സഹായിയും മറ്റ് കമ്പനികളുമായുള്ള ഇടപാടിലെ ഇടനിലക്കാരനുമായി വർത്തിച്ചത് മലയാളിയായ മുഹമ്മദ് ആസിഫ് അടുക്കംകുന്നിൽ ഹമീദാണെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഘട്ടം ഘട്ടമായി പണമടക്കുന്ന രൂപത്തിൽ ഇടപാടിന് ധാരണയായ കമ്പനി ചില കമ്പനികളുമായുള്ള ആദ്യ ഇടപാട് കൃത്യമായി നിർവഹിച്ചു. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇടപാടുകളിൽ തട്ടിപ്പ് പുറത്തുവരികയായിരുന്നു. They have made up their mind to cheat people right from the day one, and they do maximum business of 6 months, not more than that. Between these 6 months, their main target focus is to create at least 40 million, 30 to 40 million they can cheat people. ഡിസംബർ 9-ന് തട്ടിപ്പ് ബോധ്യപ്പെട്ടതോടെ അന്വേഷിച്ചെങ്കിലും അപ്പോഴേക്കും കമ്പനിയുടമയും മറ്റും മുങ്ങിയിരുന്നു. ഉടമ സയ്യിദ് മൻസൂർ അഹമ്മദ് ഡിസംബർ 8-ന് ഡൽഹിയിലേക്ക് മുങ്ങിയതായി ഇരകളായവർക്ക് പിന്നീട് വിവരം ലഭിച്ചു. ഡിസംബർ 9-ന് മുഹമ്മദ് ആസിഫും മുങ്ങി. കമ്പനി ഓഫീസും വെയർഹൌസുകളും അപ്പോഴേക്കും കാലിയായിരുന്നു. തട്ടിപ്പിനിരയായവരിൽ പകുതിയിലധികവും ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളാണ്. ഫ്ലൈലാൻഡ് ഫ്യൂവൽ സപ്ലൈ സർവീസ്, ദാറുന്നൂർ ഇലക്ട്രിക് വെയർ ട്രേഡിംഗ്, അൽഫ ഐലൻഡ് ജനറൽ ട്രേഡിംഗ് തുടങ്ങി UAE അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് തട്ടിപ്പിനിരയായത്. വിവിധ കമ്പനികൾക്കു നൽകിയ ചെക്കുകളിൽ ഇതുവരെ 32 മില്യൺ ദിർഹത്തിന്റെ ചെക്ക് ബൗൺസായി. ഇത് 62 മില്യൺ ദിർഹം വരെ ആവാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നു. രേഖകൾ പ്രകാരം പ്രവർത്തനാനുമതി ലഭിച്ചിട്ട് കേവലം 6 മാസം മാത്രം പ്രായമായ കമ്പനിയാണ് 100-ലധികം കോടി ഇന്ത്യൻ രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് നടത്തി മുങ്ങിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയെന്നതാണ് ഇത്രയും വരുന്ന ഇരകളുടെ ആവശ്യം. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്. ദുബൈയിൽ തട്ടിപ്പിനിരയായ നിരവധി കമ്പനികളിൽ ഒന്നാണ് മലയാളികളുടെ കമ്പനിയായ ഫ്ലൈലാൻഡ് ഫ്യൂവൽ സപ്ലൈ സർവീസ് LLC. ഇടപാടുകാരനും തട്ടിപ്പിന് കൂട്ടുനിന്ന് ആരോപിക്കപ്പെടുന്നയാളുമായ മുഹമ്മദ് ആസിഫ് ഈ കമ്പനിയിലായിരുന്നു അവസാനമെത്തിയത്. ഇതോടെയാണ് തട്ടിപ്പ് തിരിച്ചറിയപ്പെടുന്നത്. കൊല്ലം സ്വദേശിയായ നിജു കൃഷ്ണനും ആലപ്പുഴ സ്വദേശി ജിൻഡോയും കൂടി ദുബൈയിൽ ആരംഭിച്ച കമ്പനിയാണ് ഡീസൽ വിതരണം ചെയ്യുന്ന ഫ്ലൈലാൻഡ് ഫ്യൂവൽ സപ്ലൈ സർവീസസ്. കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രൈം മിഡിൽ ഈസ്റ്റ് ചാനലേഴ്സിൽ നിന്ന് ഉൽപ്പന്നങ്ങൾക്കായുള്ള ഓർഡർ വന്നപ്പോൾ കമ്പനിയെക്കുറിച്ച് ബാങ്കുകളിലും മറ്റും അന്വേഷിച്ചു. പക്ഷേ ക്ലീൻ ചിറ്റായിരുന്നു ലഭിച്ചത്. സംശയത്തിന് വക നൽകാത്ത വിധം തന്ത്രപരമായ ഇടപാട് നടത്തിയ കമ്പനി ആദ്യ ഇടപാടിലെ തുക കൃത്യമായി അടച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇടപാടുകളിലെ തുക ഘട്ടം ഘട്ടമായി 30 ദിവസത്തേക്കുള്ള PDCയായി അടച്ചുവിട്ടാമെന്നേറ്റു. തുക അടച്ചുവീട്ടുന്നതിന് മുമ്പ് തന്നെ 4ാമത്തെ ഇടപാടിനുള്ള ഓർഡർ അയച്ചു. മുമ്പ് നടന്ന ഇടപാട് തുക അടച്ചുവിട്ടാതെ ഉൽപ്പന്നം തരില്ലെന്ന് ഫ്ലൈലാൻഡ് ഫ്യൂവൽ അറിയിച്ചതോടെ ഇടനിലക്കാരൻ ആസിഫ് ഇവരുടെ ഓഫീസിലെത്തുകയും 15% ചെക്ക് നൽകി 15 ദിവസത്തെ അവധി ആവശ്യപ്പെട്ടു. ഒരു ഡൗട്ടിന്റെ പേരിൽ ഞങ്ങൾ 50% അഡ്വാൻസ് ചെക്ക് ഞങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി മാറാൻ ശ്രമിച്ചു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഫ്രണ്ട് വഴി ബാലൻസ് ചെക്ക് ചെയ്തു. 1040 ദിർഹംസ് മാത്രമേ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞങ്ങൾ ഈ ആസിഫിനെ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ്.
5 minutes after 5 minutes ഞങ്ങൾ ഈ പർച്ചേസ് ഓർഡർ ആളെ വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഞങ്ങൾ നേരെ അവരുടെ ഓഫീസിൽ ചെന്നു. ഓഫീസ് വാസ് ക്ലോസ്ഡ്. ദെൻ വെൻ ടു വെയർഹൗസ്. 2 വെയർഹൗസ് ഉണ്ടായിരുന്നു. അതെല്ലാം കാണിച്ചാണ് ഞങ്ങളുടെ സാധനം ഞങ്ങളത് മാത്രം എല്ലാവരുടെയും. ഡിസംബർ 4 തന്നെ ആസിഫിന്റെ വിസ ക്യാൻസൽ ചെയ്തിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതിൽ 50 ലക്ഷം ഇന്ത്യൻ രൂപയോളം ഇവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരെയും പോലെ നിസ്സഹായാവസ്ഥയിലാണ് ഈ മലയാളി വ്യാപാരികളും. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ 2ാമത് സിറിയൻ സഹായ ഉച്ചകോടി അടുത്ത മാസം 15-ന് കുവൈത്തിൽ നടക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ 60ഓളം രാജ്യങ്ങൾക്കാണ് ക്ഷണം. UN ജനറൽ സെക്രട്ടറി ബാൻ കി മൂണിന്റെ അധ്യക്ഷതയിലായിരിക്കും ഉച്ചകോടി അരങ്ങേറുക. ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന സിറിയൻ ജനതയെ സഹായിക്കാൻ UN മുൻകൈയെടുത്ത് നടത്തിയ പ്രഥമ സിറിയൻ സഹായ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചതും കുവൈത്തായിരുന്നു. ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ പ്ലഡ്ജിംഗ് കോൺഫറൻസ് ഫോർ സിറിയ എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഉച്ചകോടി അരങ്ങേറിയത്. UN ലക്ഷ്യമിട്ട $150 കോടി കൂടുതൽ തുക ഉച്ചകോടിയിൽ പങ്കെടുത്ത പല രാജ്യങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. ജനുവരി മുതൽ ജൂൺ വരെ സിറിയക്കാരെ സഹായിക്കാൻ വേണ്ട തുകയായിരുന്നു ഇത്. ഇനിയും $520 കോടി കൂടി വേണമെന്ന് ജൂണിൽ ബാൻ കി മൂൺ വ്യക്തമാക്കിയിരുന്നു. സിറിയയിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി $140 കോടി, അയൽരാജ്യങ്ങളിൽ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി $380 കോടി സമാഹരിക്കാനാണ് 2ാം ഉച്ചകോടിയിലൂടെ UN ലക്ഷ്യമിടുന്നത്. ഈ വർഷാവസാനത്തോടെ സിറിയക്കകത്തുള്ള അഭയാർത്ഥികളുടെ എണ്ണം 68 ലക്ഷവും പുറത്തെ അഭയാർത്ഥികളുടെ എണ്ണം 35 ലക്ഷവുമായി ഉയരുമെന്നാണ് സൂചന. പ്രഥമ ഉച്ചകോടി വൻ വിജയമായതിനെ തുടർന്ന് 2ാമതും ആതിഥ്യം ഏറ്റെടുക്കാൻ മാസങ്ങൾക്ക് മുമ്പ് ബാൻ കി മൂൺ കുവൈത്തിനോട് അഭ്യർത്ഥിച്ചിരുന്നു. പോയ വാരം നടന്ന GCC ഉച്ചകോടിയിൽ വെച്ച് അമീർ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാൻ കുവൈത്ത് സന്നദ്ധമാണെന്ന് അറിയിക്കുകയും ചെയ്തു. 2014 ജനുവരി 15-ന് കുവൈത്തിൽ നടക്കുന്ന പരിപാടിയിൽ UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ അധ്യക്ഷത വഹിക്കും. പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 60 രാജ്യങ്ങളിലേക്ക് കത്തയച്ചതായി UN വക്താവ് അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ജീവനക്കാരുടെ വാർഷികാവധി കുടിശ്ശിക സംബന്ധിച്ച് ദുബായ് കോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. വാർഷികാവധി ഉപയോഗിക്കാത്ത ജീവനക്കാരന് പകരം പണമായി ലഭിക്കണമെങ്കിൽ സ്ഥാപനം കൂടി അക്കാര്യം അംഗീകരിക്കണം. നോട്ടീസ് കാലാവധിക്ക് ശേഷം ജീവനക്കാരൻ സ്ഥാപനം വിടുകയോ അതല്ലെങ്കിൽ കമ്പനി അദ്ദേഹത്തെ പുറത്താക്കുകയോ ആണെങ്കിൽ അവധി ആനുകൂല്യം പണമായി നൽകുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു. 5 വർഷത്തെ സർവീസ് പൂർത്തീകരിച്ച ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി തുക പൂർണ്ണമായി നൽകിയിരിക്കണം. പ്രമുഖ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ ഹർജിയിൽ വിധി പറയവെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. കുവൈത്തിൽ സ്വദേശീവൽക്കരണം ഊർജിതമാക്കുന്നു. സർക്കാർ അർദ്ധ സർക്കാർ വിഭാഗങ്ങളിൽ 90% ജോലിക്കാരും സ്വദേശികളാകണമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ ഉത്തരവിട്ടു. സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ ജോലി അനുപാതവും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. വിദേശ അധ്യാപക നിയമനം നിർത്തിയെന്ന് കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ സർക്കാർ മേഖലയിൽ 75%വും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ 70% എന്ന അനുപാതമാണ് ഇപ്പോൾ 90 ഉയർത്തിക്കൊണ്ട് സിവിൽ സർവീസ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. പുതിയ നിബന്ധന നിർബന്ധമായും പാലിക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ മന്ത്രാലയങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഉടൻ വിജ്ഞാപനം അയക്കുമെന്ന് കമ്മീഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അതിവിദഗ്ധ മേഖലകളിൽ നിബന്ധന നടപ്പാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കുവൈത്ത് സർവകലാശാലയുമായി ആലോചനകൾ നടന്നുവരുന്നതായും സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ ജോലി അനുപാതം വർദ്ധിപ്പിക്കുന്ന വിഷയം മന്ത്രിസഭയുടെ സജീവ പരിഗണനയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ സ്വകാര്യ സ്കൂളുകളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരെ നിയമിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരുന്നു. സ്വദേശിവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ പാക്കേജ് പാർലമെന്റ് അംഗം സുൽത്താൻ അൽ ഷമരി കഴിഞ്ഞ ദിവസം സർക്കാരിൽ സമർപ്പിച്ചിരുന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക വിദഗ്ധരല്ലാത്ത വിദേശ ജോലിക്കാർക്ക് ചുങ്കം ഏർപ്പെടുത്തണമെന്നതടക്കം നിരവധി വിചിത്ര നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ പാക്കേജ്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിലേക്ക് തൊഴിലാവശ്യത്തിന് വരുന്ന വിദേശികൾക്ക് വിസ വിൽപ്പന നടത്തുന്നത് മനുഷ്യക്കച്ചവടത്തിന് സമാനമായ കുറ്റമായി പരിഗണിക്കുമെന്ന് തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫഖീഹ് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട നിയമം 2 മാസത്തിനകം പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ വിസ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും പിടിക്കപ്പെട്ടാൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഏതെങ്കിലും വ്യവസ്ഥ ലംഘിച്ചവരായല്ല, മറിച്ച് മനുഷ്യക്കച്ചവടം നടത്തിയ ക്രിമിനലുകളായാണ് ശിക്ഷിക്കപ്പെടുകയെന്നും മന്ത്രി വിശദീകരിച്ചു. ബഹ്റൈനിൽ ദേശീയ ദിനാഘോഷം തുടരുന്നു. പ്രവാസി സംഘടനകളുടെ വിപുലമായ പങ്കാളിത്തമാണ് ഇത്തവണ ദേശീയ ദിനാഘോഷങ്ങളിലുണ്ടായത്. 42ാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈനിലെ തെരുവുകളിൽ നിരവധി വാഹന റാലികളും ഘോഷയാത്രകളും നടന്നപ്പോൾ പ്രവാസി സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ശ്രദ്ധേയമായി. ആഘോഷ പരിപാടികൾ അരങ്ങേറിയ ആദ്യ ദിവസത്തിൽ തന്നെ മെഡിക്കൽ ക്യാമ്പുകളും രക്തദാനവും ജീവകാരുണ്യ സംരംഭങ്ങളുമായി പ്രവാസി സംഘടനകളുടെ സജീവ സാന്നിധ്യം പ്രകടമായിരുന്നു. നിരവധി സ്ഥലങ്ങളിലായി അരങ്ങേറിയ വാഹന റാലികളിൽ പ്രവാസികളുടെ ദൃശ്യാവിഷ്കാരങ്ങളും കലാപരിപാടികളും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. ദഫ്മുട്ടും വാദ്യമേളങ്ങളുമായി KMCCയുടെ പ്രവർത്തകർ അലങ്കരിച്ച വാഹനങ്ങളിലായാണ് അണിനിരന്നത്. കമാനങ്ങളും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച വാഹനങ്ങളിൽ KMCCയുടെ ദേശീയ ദിനാഘോഷങ്ങളിലെ പങ്കാളിത്തം സ്വദേശികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി.
ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള സാംസ്കാരിക വിനിമയവും കച്ചവട ബന്ധവും പ്രമേയമാക്കിയ ദൃശ്യാവിഷ്കാരങ്ങളോടെയായിരുന്നു ദേശീയദിന റാലിയിൽ KIGയുടെ പങ്കാളിത്തം. ഒട്ടനവധി വാഹനങ്ങളിലായി പ്രവാസികൾ കുടുംബങ്ങളോടൊത്താണ് ഘോഷയാത്രയിൽ സജീവമായി പങ്കെടുത്തത്. ബുസൈത്തീനിൽ നിന്ന് ഉച്ചക്ക് 3 മണിക്ക് ആരംഭിച്ച ദേശീയദിന റാലി സന്ധ്യയോടെ സഖീറിലെ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് സമാപിച്ചത്. പാതയോരങ്ങളിൽ കാത്തുനിന്ന് നിരവധി കുടുംബങ്ങൾ റാലിക്ക് അഭിവാദ്യങ്ങൾ നേർന്നു. ബഹ്റൈൻ എന്ന രാജ്യത്തോട് പ്രവാസികൾ സൂക്ഷിക്കുന്ന സ്നേഹവും കടപ്പാടും സ്വദേശികളുടെ സൗഹൃദവും റാലിയിൽ പ്രകടമായി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഡൽഹി ആസ്ഥാനമായ ഇന്ത്യ ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഭാരത് ഗൗരവ് പുരസ്കാരത്തിന് ഒമാനിലെ സാമൂഹിക പ്രവർത്തകൻ സിദ്ദിഖ് ഹസനെ തിരഞ്ഞെടുത്തു. അടുത്ത മാസം 9-ന് പ്രവാസി ഭാരതീയ ദിവസത്തിനോടനുബന്ധിച്ച് ഡൽഹിയിൽ നടക്കുന്ന ആഗോള സൗഹാർദ്ദ ദിനാഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് അവാർഡ് സമ്മാനിക്കും. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ മാനിച്ചാണ് പുരസ്കാരം. OICC ഒമാൻ ദേശീയ പ്രസിഡന്റാണ് സിദ്ദിഖ് ഹസൻ. ഈ വർഷത്തെ ഉംറ തീർത്ഥാടനം ആരംഭിച്ചു. 2 ആഴ്ചക്കകം 2,11,000 ഉംറ വിസകൾ അനുവദിച്ചതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രി ബന്ദർ അൽ ഹജ്ജാർ അറിയിച്ചു. ഇവരിൽ 7,000 തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു. നിർത്തിവച്ചിരുന്ന ഉംറ വിസകൾ ഈ മാസം 4 മുതലാണ് പുനരാരംഭിച്ചത്. ഈ സീസണിൽ 70 രാജ്യങ്ങളിൽ നിന്നായി ഉംറയ്ക്ക് ഏകദേശം 60 ലക്ഷം തീർത്ഥാടകരെത്തുമെന്നാണ് ഹജ്ജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 50 ലക്ഷമായിരുന്നു. മക്ക മദീന പ്രവേശന കവാടങ്ങളിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഹജ്ജ് മന്ത്രാലയത്തിനും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകൾക്ക് കീഴിലും നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് മികച്ച സേവനം ലക്ഷ്യം വെച്ച് വിവിധ വകുപ്പ് കാര്യാലയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇലക്ട്രോണിക് സംവിധാനം ഈ വർഷം മുതൽ നടപ്പാക്കുന്നുണ്ട്. പ്രവേശന കവാടങ്ങളിൽ ഉംറ തീർത്ഥാടകർ എത്തിയാൽ ഉംറ സേവന കമ്പനികൾക്ക് SMS വഴി വിവരമറിയാനും ആവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനും പുതിയ സംവിധാനം വഴി കഴിയും. ഓരോ ദിവസവും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം, വിമാനം, യാത്രാ ഷെഡ്യൂൾ തുടങ്ങിയ വിവരങ്ങളും ഉദ്യോഗസ്ഥർക്ക് ഇതുവഴി അറിയാൻ സാധിക്കും. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിലെ 5000 ജീവനക്കാരും 20ഓളം സർക്കാർ സ്വകാര്യ ഏജൻസികളും തീർത്ഥാടകരുടെ സേവനത്തിനായി രംഗത്തുണ്ട്. ഉംറ സേവന കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്ന മുഴുവൻ സേവനങ്ങളും നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും തിരിച്ചു പോകുന്ന തീർത്ഥാടകർ സർക്കാർ അംഗീകാരമുള്ള ഏജൻസികളിൽ നിന്ന് മാത്രമേ സംസം വെള്ളം ശേഖരിക്കാവൂ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള സംഘങ്ങളും പുണ്യഭൂമിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ മാസമാകുന്നതോടെ ഉംറ തീർത്ഥാടകരുടെ വരവ് ശക്തമാകുമെന്നാണ് ഉംറ സേവന രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ. അതേസമയം യാംബു തുറമുഖം വഴി അടുത്ത മാസം മുതൽ ഉംറ തീർത്ഥാടകർ എത്തിത്തുടങ്ങുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഈജിപ്തിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആദ്യമെത്തുക. ഇതിന്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസം യാംബു ഗവർണറുടെ നേതൃത്വത്തിൽ തുറമുഖത്ത് തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി. ഉംറ സേവനവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ജിദ്ദ. ഖത്തർ ദേശീയ ദിനത്തിൽ കോർണിഷിൽ അവതരിപ്പിക്കപ്പെട്ട സൈനിക പരേഡ് വളരെ ആകർഷണീയമായിരുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങി രാജ്യത്തെ മുഴുവൻ സേനാംഗങ്ങളും പങ്കെടുത്ത പരേഡ് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. രാവിലെ 9 മണിയോടെ കോർണിഷിലെ ദേശീയദിന പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഖത്തറിന്റെ സൈനിക ശക്തി പ്രതിഫലിക്കുന്നതായിരുന്നു പരിപാടികൾ അധികവും. 1 മണിക്കൂർ നീണ്ട സൈനിക പരേഡായിരുന്നു പരിപാടിയിലെ മുഖ്യ ആകർഷണം. നേവി, ആർമി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, ആഭ്യന്തര സുരക്ഷാ സേനയായ ലഹ്വിയ, സിവിൽ ഡിഫൻസ്, പൈതൃക പോലീസ്, കുട്ടിപ്പട്ടാളം തുടങ്ങി രാജ്യത്തെ മുഴുവൻ സൈനിക വിഭാഗങ്ങളും അവതരിപ്പിച്ച മാർച്ച് പാസ്റ്റ് കാണികളുടെ മനം കവർന്നു. സൈനികരുടെ പരേഡ് കൂടാതെ യുദ്ധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന നിരവധി സൈനിക വാഹനങ്ങളും യുദ്ധക്കോപ്പുകളും പ്രദർശനത്തിനെത്തി. ടാങ്കറുകൾ, റോക്കറ്റ് വിക്ഷേപണ സഹായി, ബോംബ് ഡിറ്റക്ടറുകൾ തുടങ്ങി അതിനൂതന സംവിധാനങ്ങൾ ഉൾപ്പെടെ പൈതൃക സ്വത്തായി സൂക്ഷിക്കുന്ന യുദ്ധവാഹനങ്ങളും കോർണിഷിലെ പരേഡിലെത്തിയിരുന്നു. മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഖത്തർ അമീറും അമീർ പിതാവും അഭിവാദനം ചെയ്തു. തുടർന്ന് രാത്രിയിൽ ഖത്താറയിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന കരിമരുന്ന് പ്രയോഗവും പ്രത്യേകം ആകർഷണീയമായി. മീഡിയ 1, ദോഹ. പ്രവാസി ഉപഭോക്താക്കൾക്ക് പുതിയ സംവിധാനങ്ങളുമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർ. പാസ്ബുക്ക് അടക്കം നിരവധി പുതിയ സംവിധാനങ്ങളാണ് ആവിഷ്കരിക്കുന്നതെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗൾഫിലെ പ്രവാസികൾക്ക് മൊബൈൽ പാസ്ബുക്ക് ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങളുമായാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. ദുബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബന്ധപ്പെട്ടവർ ഇതു സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയത്. പാസ്ബുക്ക് സേവനം അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് MD-യും CEO-യുമായ ഡോക്ടർ VA ജോസഫ് വ്യക്തമാക്കി. പാസ്ബുക്കിലൂടെ പ്രവാസികൾക്ക് തങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മൊബൈൽ ഫോണിലൂടെ അപ്പോൾ ലഭ്യമാവും. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടെ UAE-യിൽ പ്രവർത്തിക്കുന്ന ഹാദി എക്സ്ചേഞ്ച് ഉടൻ തന്നെ 2 പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുമെന്നും ഉടമകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളിൽ നിന്നുള്ള ബാങ്ക് നിക്ഷേപം സൗത്ത് ഇന്ത്യക്ക് മാത്രം നടപ്പു സാമ്പത്തിക വർഷം 37% വർധനമാണുണ്ടായത്. പ്രവാസികൾക്ക് ഇളവുകളോടുകൂടിയ ഭവന വായ്പയും മറ്റും അനുവദിക്കാൻ പുതിയ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും സൗത്ത് ഇന്ത്യൻ ബാങ്ക് MD വ്യക്തമാക്കി.
ഹാദി എക്സ്പ്രസ് എക്സ്ചേഞ്ച് ചെയർമാൻ മുഹമ്മദ് എസ് അൽ ഹാദി, ജനറൽ മാനേജർ AF പോൾ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് MD ആൻഡ് CEO ഡോക്ടർ VA ജോസഫ്, ശ്രീ അബ്രഹാം തര്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. വാർത്തകളിലേക്ക് തിരിച്ചുവരാം. മലയാളിയാണെങ്കിലും UAE-യിലെ ഫുജൈറക്കാരനാണെന്ന് പറയുന്നതിലാണ് സച്ചിൻ രാമദാസിന് കൂടുതൽ അഭിമാനം. അങ്ങനെയാണ് ഫുജൈറയുടെ നൂറുകണക്കിന് ഫോട്ടോകൾ കൊണ്ട് ടൈം ലാപ്സ് രീതിയിൽ മായാജാലം തീർത്ത് ഫുജൈറ ഭരണാധികാരിയിൽ നിന്ന് അവാർഡ് നേടിയത്. ഫുജൈറയിൽ നിന്നുള്ള റിപ്പോർട്ട്. 24,000 ഫോട്ടോകൾ, 7 മാസം, പിന്നീട് വേറിട്ട വഴി. ഇതായിരുന്നു സച്ചിനെ ഫുജൈറ ഭരണാധികാരിയുടെ അഭിനന്ദനത്തിലേക്ക് നയിച്ചത്. ഫുജൈറയെക്കുറിച്ച സെക്കൻഡുകൾ വ്യത്യാസത്തിലുള്ള 24,000 ഫോട്ടോകൾ ടൈം ലാപ്സ് സാങ്കേതിക വിദ്യയിൽ ഒരുമിപ്പിച്ച് വീഡിയോ തയ്യാറാക്കുകയായിരുന്നു സച്ചിൻ. ഫുജൈറയിലെ വിവിധ കാലാവസ്ഥകളും ആകാശ കാഴ്ചകളും നഗരങ്ങളും അങ്ങാടിയും ട്രാഫിക്കും ഇങ്ങനെയെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്തു. അങ്ങനെയാണ് ഫുജൈറയുടെ ആദ്യത്തെ ടൈം ലാപ്സ് വീഡിയോ ഉണ്ടാകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ചെയ്തത്. സോ വി ഹാഡ് ടു വെയിറ്റ്, വെതർ വെയിറ്റ് ചെയ്യാനായിരുന്നു. വി ഹാഡ് ടു വെയിറ്റ് ഫോർ ക്ലൗഡ്സിന് വെയിറ്റ് ചെയ്യാനായിരുന്നു. സോ ആൻഡ് കുറേ കാൽക്കുലേഷൻ ഉണ്ട്. സ്റ്റാർസിൻ്റെ പൊസിഷൻ നോക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു കാൽക്കുലേഷൻ ആയിരുന്നു. സോ ഇറ്റ് വാസ് ടഫ്. യൂട്യൂബിൽ ഹോംലാൻഡ് ഫുജൈറ എന്ന പേരിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ ഫുജൈറയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ഫുജൈറ കൾച്ചർ ആൻഡ് മീഡിയ അതോറിറ്റി ചെയർമാൻ ഷെയ്ഖ് റാഷിദ് ബിൻ ഹമദ് അഷർഖി ഈ മലയാളിയെ അവാർഡ് നൽകി ആദരിച്ചു. ഫ്ലൈ എമിറേറ്റ്സിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിലും ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള സച്ചിൻ താൻ ഏറെ സ്നേഹിക്കുന്ന ഫുജൈറയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു ഈ ആശയത്തിലേക്ക് നയിച്ചത്. കുറേ ആൾക്കാർ ഫോട്ടോഗ്രാഫി ഉണ്ട്. സോ ബേസിക്കലി മില്യൺസ് ഓഫ് പിക്ചേഴ്സ് എല്ലാ ദിവസവും ഓൺലൈനിൽ ജനറേറ്റ് ആവുന്നത്. സോ ഐ തോട്ട് സംതിങ് ഒരു ചേഞ്ച് വേണം. So I thought, why not a time lapse? So I think Dubai has one, Abu Dhabi has one, Fujairah doesn't have one. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് കളയാന്ന്. മലയാളികൾക്ക് അഭിമാനവും കണ്ണൂർ അഴീക്കോട്ടുകാരനുമായ സച്ചിന്റെ നിഷ്കളങ്കമായ ചിരിയും ക്രിയാത്മക വ്യക്തിത്വവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ഫുജൈറ. ഇശൽമാല ഫേസ്ബുക്ക് ഗ്രൂപ്പ് 1-ാം വർഷം ആംബിയൻ ഇവന്റ് മാനേജ്മെന്റ് സഹകരണത്തിൽ വിവിധ പരിപാടികളോടെ ഈ മാസം 27-ന് വൈകുന്നേരം 5 മുതൽ സംഘടിപ്പിക്കുന്നു. മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേറ്റിലിന്റെ നേതൃത്വത്തിൽ 10ഓളം ഗായകർ ചേർന്ന് മികച്ച ഹിറ്റ് ഗാനങ്ങൾ കോർത്തിണക്കി ഗാനങ്ങൾ ആലപിക്കും. ഇശലിന്റെ ചരിത്ര പശ്ചാത്തലത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഇന്നലെയുടെ ഇശലുകൾ എന്ന പരിപാടിയായിരിക്കും ഇതിലേറ്റവും ആകർഷണം. പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായകരായ MA ഗഫൂർ, ഇസ്മയിൽ തളങ്കര, കണ്ണൂർ സിനദ്, യൂസഫ് കാരക്കാട്, സുമി അരവിന്ദ്, ഷിറിൻ ഫാത്തിമ, കൊല്ലം റസാഖ് തുടങ്ങിയവരാണ് ഗാനങ്ങൾ ആലപിക്കുന്നതെന്ന് സംഘാടകർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റായ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ 2 ആഴ്ചയിലേറെ നീണ്ടുനിൽക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി. ലുലു ഹൈപ്പർ മാർക്കറ്റ് അൽറായ് ശാഖയിൽ നടന്ന ചടങ്ങിൽ സ്റ്റാർ പ്ലസ് സെലിബ്രിറ്റി ഷെഫ് കുനാൽ കപൂർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ ബർഗർ കട്ടിംഗും കുനാൽ കപൂർ നിർവഹിച്ചു. തുടർന്ന് കുക്കറി ഡെമോയും നടന്നു. അടുത്ത മാസം 4 വരെ നീളുന്ന ഫെസ്റ്റിവലിൽ നിരവധി മത്സരങ്ങളും അരങ്ങേറും. പ്രവാസികളിൽ ആത്മഹത്യാ പ്രവണതയും മാനസിക പ്രശ്നങ്ങളും കുടുംബശൈഥില്യവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ KIG കുവൈത്ത് ഘടകത്തിനു കീഴിൽ ആശ്വാസ് എന്ന പേരിൽ കൌൺസിലിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമി അമീർ T ആരിഫ് അലി നിർവഹിച്ചു. KIG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൌൺസിലിംഗ് ഡയറക്ടർ അർഷാദ് സ്വാഗതം ആശംസിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. 8ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ കുവൈത്തിലെ പ്രചാരണ ഉദ്ഘാടന സമ്മേളനം നാളെ വൈകുന്നേരം 7:30 ജലീബ് കമ്മ്യൂണിറ്റി ഹാളിൽ ഡോക്ടർ സുലൈമാൻ അൽ അദ് ഉദ്ഘാടനം ചെയ്യും. മതം, മാനവികത, നവോത്ഥാനം എന്ന സമ്മേളന പ്രമേയം വിശദീകരിച്ചുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജമാലുദ്ദീൻ ഫറൂഖി മുഖ്യപ്രകാശനം നടത്തും. പരിപാടിയിൽ മുജാഹിദ് സമ്മേളനത്തിന്റെ ചരിത്രവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ KNM സംസ്ഥാന സെക്രട്ടറി C മമ്മു സാഹിബ് പ്രഭാഷണം നടത്തും. അഭയ കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. CBIയുടെ അന്തിമരേഖകളും റിപ്പോർട്ടും കോടതി മടക്കി നൽകി. ശിരോവസ്ത്രത്തിലെ രക്തക്കറ നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. സിസ്റ്റർ അഭയയുടെ ദുരൂഹമരണം അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ മുൻ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിൾ കേസിലെ പ്രാഥമിക തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് അന്വേഷിക്കണമെന്ന് കാണിച്ചു നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകി. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം. അതുവരെ തിരുവനന്തപുരം വിചാരണ കോടതിയിൽ നടക്കുന്ന വിചാരണ നടപടികൾ നിർത്തിവെക്കാനും കോടതി ഉത്തരവിട്ടു. വിചാരണ കോടതിയിൽ ഹാജരാക്കിയ കേസിന്റെ അന്തിമരേഖകളും റിപ്പോർട്ടും തിരിച്ചു നൽകാൻ കോടതി ഉത്തരവിട്ടു. ഇത് പുതിയ അന്വേഷണമല്ല. CBIയുടെ മറ്റു റിപ്പോർട്ടുകളെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല. തെളിവുകൾ നശിപ്പിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ അവരെ കൂടി പ്രതി ചേർത്ത് വിചാരണ നടത്തണമെന്നും കോടതി പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ
പിന്നീട് നശിപ്പിക്കപ്പെട്ടെന്നാണ് മുൻ SP KT മൈക്കിളിന്റെ ആരോപണം. അതേസമയം വിധിയെ അഭയയുടെ പിതാവ് തോമസ് ഏമത്തായി സ്വാഗതം ചെയ്തു. ഇത് അട്ടിമറിക്കണം, ഇതേ ഉള്ളൂ. അച്ഛന്മാരെ ഗണേശനെ രക്ഷിക്കുക, ഇതാണ് എൻ്റെ പരമാവധി കാര്യങ്ങൾ. എനിക്ക് നീതി കിട്ടണം. നീതി കിട്ടും വരെ ഞാൻ സത്യമായിട്ട് ഞാൻ പോരാടും. എന്നാൽ കേസ് അനന്തമായി നീട്ടാനാണ് KT മൈക്കിൾ ഹർജി നൽകിയതെന്ന് CBI മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വർഗീസ് P. തോമസ് മീഡിയ വണ്ണോട് പറഞ്ഞു. ഇവരുടെ ഉദ്ദേശം ഇത് ഇൻഡെഫിനിറ്റായിട്ട് പ്രൊലോങ് ചെയ്തിട്ട് ഇതിലെ പ്രതികളും സാക്ഷികളും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ മരിച്ചു പോയാൽ ഈ കേസ് തനിക്കാക്കി വെടക്കാക്കുക എന്നുള്ള ഒരു പോളിസിയായി ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗം ഹർജിയും. മീഡിയ വൺ, കൊച്ചി. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു അഡ്വക്കേറ്റ് ഉദയഭാനു. അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ തിരുവനന്തപുരം സ്റ്റുഡിയോയിലെത്തും. മുൻ CBI ഉദ്യോഗസ്ഥൻ വർഗീസ് P. തോമസ്, ഒപ്പം ഹർജിക്കാരനും മുൻ SP-യുമായ KT മൈക്കിൾ എന്നിവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ KT മൈക്കിളിലേക്ക്. ശ്രീ KT മൈക്കിൾ, CBI കോടതിയിൽ സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലത്തിൽ താങ്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരുന്നു സത്യവാങ്മൂലം സമർപ്പിച്ചത്. അഭയ കേസിലെ നിർണായക തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് താങ്കളുടെ അറിവോടെയായിരുന്നു. കേസ് അട്ടിമറിക്കുന്നതിൽ താങ്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലായിരുന്നു സത്യവാങ്മൂലം. അതിനെതിരെയാണ് താങ്കൾ ഹർജി നൽകിയതും അത് അന്വേഷിക്കാൻ ഇന്ന് കോടതിയുടെ ഉത്തരവുണ്ടായതും. താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? എവിടെയാണ് ഈ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടത്? അത് CBI ഈ കേസ് ഏറ്റെടുത്തത് മുതൽ തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ താങ്കൾ? ഒന്നാമത്തേത്, CBI എന്ന് പറയുന്ന ഏജൻസി ഏത് കള്ളത്തരം ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന് തെളിയിക്കുന്നതാണ് അവരുടെ സത്യവാങ്മൂലം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പിന്നെ അവരുടെ അന്വേഷണ റെക്കോർഡും അവരുടെ നേരത്തെ ഉള്ള അവരുടെ ചാർജിൽ തന്നെ പറയുന്നുണ്ട്, ഇവർ വിശദമായിട്ട് പറയുന്നതിനെതിരായിട്ടാണ് അവര് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. അത് വേറൊന്നും അല്ല, അവർക്ക് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ സത്യവാങ്മൂലം കൊടുക്കും. എന്നോടുള്ള വിരോധം, എന്നോട് ആദ്യമുള്ള തുടക്കം മുതലുള്ള വിരോധം, അവര് ഞങ്ങൾ ആത്മഹത്യയാണെന്ന് പറഞ്ഞ കേസ് അവര് CBI വന്ന് അന്വേഷിച്ചിട്ട് അത് കൊലപാതകമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവർ കൊലപാതകം അന്വേഷിച്ചോട്ടെ, എനിക്കതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അവര് നിങ്ങളുടെ ഒരു ചാനലുകാരന് ഇത് ഇത്രയും ബഹളം നടക്കുമ്പോൾ എന്റെ അടുത്ത് വന്നു, സാറേ ഇങ്ങനൊക്കെ പറയുന്നല്ലോ, സാറ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, സാറിന്റെ അഭിപ്രായം എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ല അന്വേഷിച്ചത്, ഞാൻ അന്ന് SP ആയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു DYSP സാമുവിലാണ്, അത് ക്രൈംബ്രാഞ്ചിലാണ്. ഈ വരുമ്പോൾ ഞാൻ കോട്ടയം SP ആണ്. അപ്പൊ അവര് അവിടെ ചെന്നപ്പോൾ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP സാമുവിനെ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വന്നു. ആ ചാനലുകാരന് ഈ സാറിന് പറയാനുള്ള ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാം? അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇത് ആത്മഹത്യയാണ്, അതിന്റെ കാര്യകാരണ സഹിതങ്ങൾ ഞാൻ വിവരിച്ചു കൊടുത്തു. ഇത് CBIക്ക് അതൊരു വലിയ ഷോക്കായിപ്പോയി. അവര് കൊലപാതകമാണെന്ന് പറഞ്ഞ കേസ് ഞാൻ ആത്മഹത്യയാന്ന് പറയുന്നു. ഇതാണ് അന്ന് മുതൽ അവരെനിക്കെതിരെ തെളിവുകൾ ശേഖരിച്ച് പുറകെ നടക്കുകയാണ്. ശ്രീ KT മൈക്കിൾ, അന്ന് അന്വേഷണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ വർഗീസ് P. തോമസ്, അദ്ദേഹം താങ്കൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. താങ്കൾ കേസിൽ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ നാർക്കോ അനാലിസിസ് പോലുള്ള ടെസ്റ്റുകൾ നടത്തിയില്ല? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിലും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ കേട്ടോ, നിങ്ങൾ നാർക്കോ അനാലിസിസിന് ആദ്യം കൊണ്ടുപോകേണ്ടിയിരുന്നത് വർഗീസ് P. തോമസിനെയായിരുന്നു. വർഗീസ് P. തോമസിനെയാണ് ആദ്യം നാർക്കോ അനാലിസിസ് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം കേസന്വേഷണം ഏറ്റെടുത്ത് അട്ടിമറിച്ച ശേഷമാണ് ഇതിനകത്ത് പ്രധാന തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ പറയും, ഈ കേസിലെ പ്രധാന തെളിവുകളെല്ലാം അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഇത് നശിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്കറിയാവോ, ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഹേമ ഒരു ഉത്തരവിട്ടു. ആ ഉത്തരവിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഈ കേസിലെ പ്രധാന തെളിവുകൾ എല്ലാം നശിപ്പിക്കപ്പെട്ടതിന്റെ ഉത്തരവാദി വർഗീസ് P. തോമസ് ആണ്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കണം. അത് അല്ലെങ്കിൽ വായിച്ച് ഇന്നിപ്പം വർഗീസ് തോമസോടെ വരുന്നുണ്ടെങ്കിൽ അങ്ങേരെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം ജസ്റ്റിസ് ഹേമ പറഞ്ഞത്. എന്നിട്ട് ജസ്റ്റിസ് ഹേമ ഇതിന്റെ പുറകെ പറയുന്നുണ്ട്, ഈ ഇൻവെസ്റ്റിഗേഷൻ ശരിയായ രീതിയിലല്ല നടത്തിയിരിക്കുന്നത്, ഈ തെറ്റായ രീതിയിലാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാറ്റണം, വേറെ നല്ല സുപ്പീരിയർ ഓഫീസറുടെ കീഴിൽ വേണം ഇനി ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താനെന്ന്. CBI നടത്തിയില്ല. ഇത് ആ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് വേറൊരു നല്ല ഉദ്യോഗസ്ഥനെ വെച്ച് നല്ല ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിച്ച സംഗതി നേരെ പാളിപ്പോകുമെന്ന് CBIക്ക് അറിയാവുന്നത് കൊണ്ട് അവര് അത് മാറ്റിയില്ല. അതിപ്പോഴും
അത് പിന്നെ അവരുടെ ജസ്റ്റിസ് ഹേമയുടെ ഉത്തരവ് കാര്യൗട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഓർത്തോളം. റൈറ്റ്, ഞാൻ തിരിച്ചു വരാൻ താങ്കളേക്ക്. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ വിധി അത് രണ്ട് തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന്, ഈ കേസിൽ അഭയക്ക് നീതി ലഭിക്കും എന്ന് പറയുന്നു. മറ്റൊരു തരത്തിൽ ഇത് വൈകിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നത്തെ വിധിയിലൂടെ ഇനി ഉണ്ടാകാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ഇന്നത്തെ വിധിയിലൂടെ സംജാതമാകാൻ പോകുന്ന ഒരു പുതിയ സാഹചര്യം എന്ന് പറയുന്നത്, ഈ കേസിൻ്റെ അന്വേഷണത്തിൽ CBI അന്വേഷണം ഏറ്റെടുത്ത ശേഷം ഇപ്പോൾ മുൻ ഓഫീസർ ശ്രീ മൈക്കിൾ സൂചിപ്പിച്ചതുപോലെ ഏത് ഏജൻസിയാണ് കാലത്താണ് തെളിവുകൾ നശിപ്പിച്ചത്, തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ്, അത് ഏതെല്ലാം തരത്തിലുള്ള തെളിവുകളാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന കാര്യമായിരിക്കും പ്രധാനമായിട്ടും അന്വേഷിക്കാൻ പോകുന്നത്. അപ്രകാരം ഒരു അന്വേഷണത്തിൽ വന്നെത്തുന്ന കണ്ടെത്തലുകളൊന്നും തന്നെ ഈ കേസിലെ പ്രധാന പ്രതികൾക്കെതിരെ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആർജവത്തെയോ അതിൻ്റെ ഘടനയോ ഒന്നും ബാധിക്കുന്ന അല്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2008 ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് ഇപ്പം നിലവിലുള്ള പ്രതികളെ ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് അവരെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് പ്രതിഭാഗത്തു നിന്നുള്ള അഭിഭാഷകരെല്ലാം തന്നെ പറഞ്ഞത് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു തെളിവുകളുടെയും പിൻബലമില്ലാതെ നിയമപരമായി നിലനിൽക്കുന്ന യാതൊരു തെളിവുകളുമില്ലാതെയാണ് ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ശരിവയ്ക്കപ്പെടുന്ന നിരവധി സാഹചര്യങ്ങൾ പിന്നീട് സംജാതമാവുകയും ചെയ്തു. നാർക്കോ അനാലിസിസ് ടെസ്റ്റ്, ബ്രെയിൻ മാപ്പിംഗ്, അതുപോലെ തന്നെ പോളിഗ്രാഫ്, ഈ 3 ടെസ്റ്റുകളുടെയും ഫലങ്ങളെ ആശ്രയിച്ച് മാത്രമായിരുന്നു തെളിവുണ്ടാക്കിയത്. ഈ പൈസ്റ്റൺ കോൺവെൻറ്റിലെ ഒരു അന്തേവാസിനിയെ പോലും ചോദ്യം ചെയ്ത് അതിൽ സാക്ഷിയാക്കപ്പെട്ടു എന്ന് അന്നത്തെ റിമാൻഡ് റിപ്പോർട്ട് കൊണ്ട് വെളിവാകില്ലായിരുന്നു. അതേസമയം അവിടെ മോഷ്ടിക്കാൻ വന്ന മറ്റൊരാൾ, സമീപവാസിയായ മറ്റൊരാൾ, അവരുടെ എല്ലാം 164 സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അവരെയെല്ലാം ഭീഷണിക്ക് വിധേയരാക്കി ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ രാധാകൃഷ്ണനെ പോലും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി പ്രതിയാക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തി അങ്ങനെ സമർപ്പിക്കപ്പെട്ടൊരു കുറ്റപത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യഘട്ടം മുതൽ നാളിതുവരെ പ്രതിഭാഗത്തു നിന്നുള്ള പ്രതികളും ഇത് ആവശ്യപ്പെടുന്നത് ഈ കുറ്റപത്രം പോലും നിലനിൽക്കുന്നതല്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ പുതിയ സംവിധാനത്തിൽ അന്വേഷണം ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആരാണ് അതിന് ഉത്തരവാദി എന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്താനും കഴിയും. ഇവിടെ ജസ്റ്റിസ് ഹേമയുടെ നിരീക്ഷണങ്ങൾ വളരെയധികം പ്രസക്തമാണ്. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ 2008 കാലത്ത് 2009 ജനുവരി മാസം 1-ാം തീയതിയാണ് വിധി വരുന്നത്. ആ കാലത്ത് പോലും നിരീക്ഷിക്കുകയുണ്ടായി. പിന്നീട് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ജസ്റ്റിസ് ബാബദാസിൻ്റെ സമീപകാലത്ത് സമ്പത്ത് കേസുമായി ബന്ധപ്പെട്ടൊരു വിധി വന്നു. ഉദ്യോഗസ്ഥൻ കൃത്രിമം നടത്തുന്നയാളാണെന്ന്, കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്നയാളാണെന്നും പ്രതികളെ മനഃപൂർവ്വം ക്രൂശിക്കുന്നതിനും ബുദ്ധിമുട്ടിക്കുന്നതിനും വേണ്ടി ഏതറ്റം വരെ പോകുവാനും മടിയില്ലാത്ത ആളുമാണെന്ന്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CBI ഈ നിലവിലുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി കൃത്രിമ മാർഗങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ജോമോൻ പുത്തമ്പുരയ്ക്കൽ ചേരുന്നു ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ, താങ്കൾ മുൻപ് കൊടുത്ത ഹർജിയാണ് ഇത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു തുടരന്വേഷണം ആവശ്യമുണ്ട് എന്ന തരത്തിൽ. ഇന്ന് ഈ കേസിലെ ആരോപണ വിധേയനായ മുൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മൈക്കിൾ കൊടുത്ത ഹർജിയിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധിയുണ്ടായത്. താങ്കൾ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ടോ? ഈ വിഷയത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് CBIയുടെ ഭാഗത്ത് നിന്നായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്നായാലും ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളതിന്? സുഹൃത്തെ, എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കാനുള്ള, എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഉദയഭാനു, അദ്ദേഹം അഭയക്കേസിലെ 2-ാം പ്രതി ഫാദർ ജോസ് പൂത്തൃക്കയുടെ അഭിഭാഷകനാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിയിൽ വാദിക്കേണ്ട, അല്ലെങ്കിൽ വാദിച്ച്, അല്ലെങ്കിൽ ആ അവസാന ഘട്ടത്തിൽ വിചാരണ നടക്കുമ്പോൾ CBI കോടതിയിൽ നടക്കുമ്പോൾ വാദിക്കേണ്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ കേസുമായി സത്യവുമായി യാതൊരു ബന്ധവും പുലർത്തും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുതപരമായ കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യുക. ഇവിടെ എന്താണ് ഈ കേസ്? ഇന്ന് ഈ കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ കയ്യിൽ രേഖയിരിക്കുകയാണ്. CBI തന്നെ ഈ 2012 സെപ്റ്റംബർ 4-ന് CBIയുടെ അഡീഷണൽ SP CBI കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത്, 8 പേജ് വരുന്ന അഫിഡവിറ്റിൽ, ഇന്ന് ഈ ഹർജിക്കാരനായി വാദിയായി ആട്ടിൻതോലിട്ട് ചെന്നൈയായിട്ട് വന്ന KT മൈക്കിൾ അഭയക്കേസ് ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടി പ്രധാന പങ്ക് വഹിച്ച ആളാണ് KT മൈക്കിളെന്നും, ഈ KT മൈക്കിളിനെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതാണെന്നും, ആ ആളെ
KT മൈക്കിളിനെ ചോദ്യം ചെയ്തപ്പോൾ CBI ചോദ്യം ചെയ്തപ്പോൾ സത്യം പറയുന്നില്ല, അദ്ദേഹം എല്ലാം ഓർമ്മരോഗം, അതായത് മറവി സംഭവിച്ചുകൊണ്ട് എനിക്കൊന്ന് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് മുങ്ങി നടന്ന KT മൈക്കിൾ ഇപ്പം വാദിയായി വന്നിരിക്കുകയാണ്. ഈ വാദിയായി വന്ന ഏത് സാഹചര്യത്തിലാണ്? യഥാർത്ഥത്തിൽ അഭയ കേസിലെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ KT മൈക്കിൾ ഉൾപ്പെടെയുള്ള 9 ഉദ്യോഗസ്ഥന്മാരെ ഇതിലെ അന്വേഷണം വേണമെന്നുള്ള CBIയുടെ കണ്ടെത്തലുകൾ നിലനിൽക്കെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാക്കി ഈ കഴിഞ്ഞ 2013 ജനുവരി 16-ാം തീയതി ഹൈക്കോടതിയിൽ തന്നെ ഞാൻ കൊടുത്ത ഹർജിയിൽ മേലാണ് ഹൈക്കോടതി വിചാരണ നിർത്തിവെച്ചുകൊണ്ട് സ്റ്റേ ചെയ്തിരുന്നു. ആ ജസ്റ്റിസ് VK മോഹൻ ജഡ്ജി 2013 ജനുവരി 16-ന് ഉത്തരവിട്ടതിന് ശേഷം 3 ആഴ്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് ഹരിലാൽ അദ്ദേഹമാണ് ഈ ക്രിമിനൽ RP സബ്ജക്റ്റിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ 1 മാസത്തിന് ശേഷം പിന്നീട് KT മൈക്കിൾ അദ്ദേഹം തെളിവ് നശിപ്പിച്ച ഉദ്യോഗസ്ഥന്മാർ വേറെ ചില ആളുകളാണ് എന്നും പറഞ്ഞൊരു ഹർജി വരികയും ആ ഹർജിയും എൻ്റെ ഈ ഹർജിയും ഒരുമിച്ച് കേൾക്കുന്നതിന് പകരം എൻ്റെ കേസിന്മേൽ CBI മറുപടി കൊടുക്കാത്തതുകൊണ്ട് മറുപടി കൊടുക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തതിന് ശേഷം നീണ്ടുപോയതിന് ശേഷം ഈ കേസ് ഒരുമിച്ച് കേൾക്കുന്നതിന് പകരം ആരോപണ വിധേയനായ പ്രതിക്കൂട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മാത്രം ഹർജി കേട്ടുകൊണ്ട് വിധി പറഞ്ഞിരിക്കുകയാണ്. തുടരന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞു. അതിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തുടരന്വേഷണം ആവശ്യമാണ് എന്നുള്ള കോടതി അംഗീകരിച്ചല്ലോ, സന്തോഷം. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ വർഗീസ് പി തോമസ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ വർഗീസ് തോമസ്, ഇവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു, അതാണല്ലോ ഇന്ന് കോടതി പ്രധാനമായും എടുത്തു കാട്ടി തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം. ഇത്തരത്തിൽ പ്രാഥമിക തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് CBIക്ക് അതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. ഈ പ്രാഥമിക തെളിവുകൾ താങ്കൾ അന്വേഷണം ഏറ്റെടുത്ത ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് അത് വാങ്ങാൻ ശ്രമിച്ചിരുന്നോ CBI? ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലല്ല ഉണ്ടായിരുന്നത്. അവര് CBI ഏറ്റെടുത്തതിന് ശേഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ RDO കോടതിയിലെ കൊണ്ട് ഹാജരാക്കി അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ CBI കേസെടുത്ത ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിനും ബന്ധപ്പെട്ട DIGക്കും എല്ലാം വയർലെസ് മെസ്സേജും ലെറ്ററും അയച്ചിരുന്നു. ഇതിലെ ബന്ധപ്പെട്ട രേഖകളും തൊണ്ടി സാധനങ്ങളും കേസ് ഫയലും CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞ് ഈ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിന് നോട്ടീസ് കൊടുത്ത് ഇത് ഇനി മേലിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഈ തൊണ്ടി സാധനങ്ങൾ നശിപ്പിക്കാൻ RDO ഉത്തരവിടുന്നത്. അല്ലാതെ എനിക്കതിൽ യാതൊരു റോളുമില്ല, എനിക്ക് യാതൊരു ഗൂഢാലോചനയുമില്ല. ഈ കേസിലെ തെളിവ് നശിപ്പിച്ചത് ക്രൈംബ്രാഞ്ചിന്റെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ CBI ചാലഞ്ച് ചെയ്തു എന്നൊക്കെയുള്ള വേറൊരു ചാനലിൽ പറഞ്ഞ ഈ വിദഗ്ധനായ KT മൈക്കിള് CBI നാർക്കോ അനാലിസിന് സബ്ജക്ട് ചെയ്യാൻ വേണ്ടി 9 പേരുടെ മറ്റോ ആപ്ലിക്കേഷന് എറണാകുളം CJM കോടതി കൊടുത്തത്, CJM കോടതി ഓർഡർ ഇട്ടത്, ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് ഇങ്ങനെ ബലസി നടക്കുക. ഇയാൾ തൻ്റെ ഇടമുള്ള CBI ചാലഞ്ച് ചെയ്തെന്ന് പറയുന്ന ഈ മനുഷ്യന് തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ നാർക്കോ അനാലിസിന് പോയിട്ട് ഈ ടെസ്റ്റ് ചെയ്യിച്ച് അയാളുടെ നിരപരാധിത്വം അല്ലെങ്കിൽ മറിച്ച് തെളിയിക്കാൻ സാധിക്കുമായിരുന്നല്ലോ. അപ്പോൾ അയാൾക്കറിയാം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്. അയാൾ ഈ കേസ് തുടക്കം മുതൽ അഭയം മരിച്ച അന്ന് മുതൽ കോൺവെന്റുമായിട്ട് ചുറ്റിപ്പറ്റി അന്വേഷണം ASIക്കും മറ്റും അഡ്വൈസും കൊടുത്ത് ഈ അഭയ കേസ് അന്വേഷണം വഴിതെറ്റിച്ചു വിട്ട ഒരു വ്യക്തിയാണ് ഈ KT മൈക്കിള്. ശ്രീ വർഗീസ് പി തോമസ്, KT മൈക്കിളിനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും 20 വർഷമായി തുടരുന്ന ഈ കേസിന്റെ ഒരു ഘട്ടത്തിലും KT മൈക്കിൾ ഈ കേസിൽ പ്രതിയായിട്ടില്ല. അദ്ദേഹം ആരോപണ വിധേയനായിട്ട് തന്നെ ഇരിക്കുന്നു. ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ താങ്കൾ അന്വേഷണ ഘട്ടത്തിൽ തന്നെ താങ്കൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ കേസിൽ പ്രതിയാക്കിയില്ല KT മൈക്കിളിനെ? ഇല്ല, ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ KT മൈക്കിളിനെ ഒന്നും ചോദ്യം ചെയ്തില്ല. ആകെ 12 ദിവസം മറ്റോ ഞാൻ ഈ കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളൂ. ആകെ 24 പേരെ ഞാൻ മൊഴിയെടുത്തിട്ടുള്ളൂ. ഒരാളാണ് പിന്നീട് പ്രതിയാകാൻ തെളിവ് കിട്ടിയ ഈ സിസ്റ്റർ സഫി എന്ന് പറഞ്ഞ വ്യക്തിയും. അല്ലാതെ ഞാൻ KT മൈക്കിളിനെയോ DYSP സാമുവലിനെയോ മറ്റ് ആളുകളെ ഒന്നും ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. കോൺവെന്റിലെ അന്തേവാസികളെയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും അങ്ങനെ കുറച്ച് പേരെ, പിന്നെ അവയ്ക്ക് പിന്നെ മാനസിക രോഗം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞതായിട്ട് പറയുന്ന ഡോക്ടറെയൊക്കെ ഞാൻ മൊഴിയെടുത്തിട്ടുള്ളൂ. എൻ്റെ തെളിവുകൾ, ഞാൻ ശേഖരിച്ച തെളിവിൽ നിന്നും അവയെ കൊല്ലപ്പെട്ടതാണെന്നുള്ളതിന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കേസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇത്തരത്തിൽ വ്യത്യസ്തമായ ആരോപണങ്ങൾ വരുന്നു. കൊല ചെയ്യപ്പെട്ടതാണ് എന്നും ആത്മഹത്യ ചെയ്തതാണ് എന്ന തരത്തിൽ. പക്ഷെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ദീർഘനാളായി 20 വർഷമായി തുടരുന്ന ഈ വിചാരണ വീണ്ടും തുടരന്വേഷണം എന്ന തരത്തിൽ വീണ്ടും വിധി വരുമ്പോൾ ഈ കേസ് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് സംശയം ഉണ്ടാകുന്നുണ്ട്. ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലാണോ ഈ കേസിന്റെ ഇപ്പോഴുള്ള മുന്നോട്ട് പോക്ക്? തീർച്ചയായിട്ടും അല്ല.
ഇപ്പോൾ ഈ അഭയ കേസിൽ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൻ്റെ ആ വെർജിനിറ്റിക്ക് യാതൊരു ദോഷവും വരാത്ത തരത്തിൽ തന്നെയാണ് പുതിയതായി കേസിൻ്റെ ഈ തെളിവുകൾ അക്കാലത്ത് നശിപ്പിക്കപ്പെട്ടതിൻ്റെ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള അന്വേഷണം കോടതി ഉത്തരവാക്കിയിട്ടുള്ളത്. സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് പ്രതികൾ ഗൂഢാലോചന നടത്തി പ്രതികൾ ഒരുമിച്ച് ചേർന്ന് അഭയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസിൻ്റെ വിചാരണ കുറേ നാൾ നീളും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള മറ്റ് ഘടകങ്ങൾ തെളിവുകളുടെ ആശ്രയത്തിൽ കേസിൻ്റെ അന്തിമവിധി എന്താകും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നിലവിൽ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ദോഷമോ കോട്ടമോ സംഭവിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം പുതുതായിട്ട് ശേഖരിക്കപ്പെടുന്ന തെളിവുകൾ ഇപ്പോൾ ഇവിടെ 2 മുൻ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഉണ്ടായ കണ്ടെത്തലുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻറ്റഗ്രിറ്റിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങളെല്ലാം അതെല്ലാം 2 വ്യത്യസ്തമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. അത് തീർച്ചയായിട്ടും മറ്റൊരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസി തന്നെ തുടരുകയാണ് എങ്കിൽ ആ പുതിയ ഉദ്യോഗസ്ഥൻ കണ്ടെത്തേണ്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ശ്രീ വർഗീസ് പി തോമസ് സൂചിപ്പിച്ച ഒരു കാര്യം സത്യമാണ്. അത് തെളിവുകൾ അവസാനിപ്പിക്കണം എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. അത് അന്നത്തെ RDO ആണ് അതിന് ഉത്തരവ് കൊടുക്കുന്നത്. ആ RDO ആടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് തെളിവ് നശിപ്പിക്കുക. അന്നൊന്നും തന്നെ ഈ കാര്യത്തിൽ ഇതൊരു കൊലപാതകമാണെന്നുള്ള ലെവലേശം സംശയം പോലും ഉണ്ടായിരുന്നില്ല. ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് RDO അത് നശിപ്പിക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. അതിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നോ ഒന്നും അന്ന് ആരും ആരോപിച്ചിരുന്നുമില്ല. CBIയുടെ കണ്ടെത്തലുകൾ വന്നതിന് ശേഷമാണ് ഇതിൽ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോലും ഗൂഢാലോചനയുണ്ട് എന്നും മറ്റും പറയാനിട വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ട് വരാനുള്ള തെളിവുകൾ, കണ്ടെത്തപ്പെടേണ്ട തെളിവുകൾ, ആ തെളിവുകളൊന്നും തന്നെ കേസിലെ ഇതുവരെ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ, താങ്കൾ എങ്ങനെ കാണുന്നു? 20 വർഷമായി തുടരുന്നൊരു വിചാരണ ഇപ്പോൾ വീണ്ടും തുടരന്വേഷണം നടക്കുമ്പോൾ ഇത് വീണ്ടും ഇനി കാലതാമസം ഉണ്ടാകും, ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന സംശയം പൊതുസമൂഹത്തിൽ വ്യാപകമായി ഉയരുകയും ചെയ്യുന്നു. ഇന്നുണ്ടായിരിക്കുന്ന ഈ ഒരു വിധി ഇത് കേസിനെ ഏത് രീതിയിലായിരിക്കും ഇനി ബാധിക്കുക? എങ്ങനെയാണ് താങ്കൾ ആ വിഷയത്തെ കാണുന്നത്? നിങ്ങളെല്ലാവരും പലരും ചർച്ച ചെയ്യുന്നവരും നിങ്ങളെല്ലാം ചർച്ച അവതാരണം ഉൾപ്പെടെ ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കണം. ഇവിടെ അഭയ കേസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ CBI ആദ്യം അന്വേഷിച്ച വർഗീസ് പി തോമസ് എന്ന് പറയുന്ന ഈ DYSP അദ്ദേഹമാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ അഭയ കൊലപാതകമാണ്, കൊല ചെയ്യപ്പെട്ടതാണെന്ന് കേസ് ഡയറിയിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും ആ കേസ് ഡയറിയിൽ എഴുതി വെച്ചതിന് വിരുദ്ധമായിട്ട് ഇതൊരു ആത്മഹത്യയാക്കണമെന്ന് CBSP ത്യാഗരാജൻ സമ്മർദ്ദം ചെലുത്തിയ വിവരമൊക്കെ ചരിത്രത്തിലും ഈ കേസ് ഡയറിയിലും കേസിലും എല്ലാം വളരെ വ്യക്തമാണ്. അപ്പം വർഗീസ് പി തോമസ് കൊലപാതകമാണെന്ന് കണ്ടെത്തി എൻ്റെ പേരിൽ പീഡനം വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആത്മഹത്യയാക്കുവാൻ വേണ്ടി CBIയിൽ നിന്ന് CBI ഡയറക്ടർ K. വിജയകുമാർ ഉൾപ്പെടെ അന്നത്തെ CBSP ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയിട്ടും അതിന് വഴങ്ങാതെ കൊലപാതകമാണെന്ന് ധൈര്യപൂർവ്വം എഴുതിയ ആൾ ഇത് ആത്മഹത്യയാക്കാൻ വേണ്ടി RDO കോടതിയിൽ പോയി അഭയുടെ ചിരാവസ്ത്രം ചെരുപ്പ് എല്ലാം മേടിച്ച് നശിപ്പിച്ചു എന്ന് ആരാണ് പറയുന്നത്? ഈ കേസിലെ പ്രതിക്കൂട്ട് നിൽക്കുന്ന തെളിവ് നശിപ്പിച്ച അഭയ ആത്മഹത്യ ഇതാണെന്നും അഭയുടെ അമ്മയ്ക്കും അഭയയ്ക്കും മെൻ്റലാണെന്നും ഒരു ചാനലിലൂടെ പറഞ്ഞ് 6 മാസത്തെ കഠിന തടവിന് ശിക്ഷ കിട്ടിയ KT മൈക്കിൾ പറയുന്ന വേദവാക്യം ചരിത്രമറിയാവുന്ന അഭയ കേസിൽ ഒരു മുലപ്പാൽ കുടിച്ച ആർക്കും മനസ്സിലാവും എന്തിനാണ് പ്രതികളെ രക്ഷിക്കുവാനും യഥാർത്ഥ അഭയ കേസിലെ തെളിവ് നശിപ്പിച്ച വ്യക്തികളിൽ നിന്നും വഴിതെറ്റി സത്യം കണ്ടെത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി നിന്ന വർഗീസ് പി തോമസിനെ തെറ്റിദ്ധരിപ്പിക്കാനും അദ്ദേഹത്തിനെതിരെ വഴിതെറ്റിച്ച് അന്വേഷണം നടത്തുവാനും വേണ്ടിയുള്ള KT മൈക്കിളിൻ്റെ ഹർജിയൊന്നും നിലനിൽക്കില്ല. ആ അന്വേഷണമൊന്നും താങ്കളും ഇപ്പോൾ നേരത്തെ ഞാൻ വർഗീസ് പി തോമസിനോട് ചോദിച്ച അതേ ഒരു ചോദ്യം, അതായത് കേസിന്റെ ഒരു ഘട്ടത്തിലും KT മൈക്കിൾ ഈ കേസിൽ പ്രതിയാകുന്നില്ല, അദ്ദേഹത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം വരുന്നു, താങ്കൾ അടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുന്നു, CBI ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് പി തോമസ് ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ കേസിന്റെ ഒരു ഘട്ടത്തിലും KT മൈക്കിൾ ഈ കേസിൽ പ്രതിയാകുന്നില്ല. ഇതും ഒരു അട്ടിമറിയാണ്, അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, താങ്കൾ ആ ചോദ്യം നല്ല ചോദ്യമാണ്. വർഗീസ് പി തോമസ് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയുന്നതിന് പരിമിതികളുണ്ടല്ലോ. അദ്ദേഹം ഇതെല്ലാം ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചാൽ നന്നായി ഞാൻ പറയാം. 17 വർഷമായി ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് 17 വർഷം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് 92 മാർച്ച് 27 അഭയ കൊല്ലപ്പെട്ടതിന് ശേഷം 2008 നവംബർ 18 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം 2009 കുറ്റപത്രം കൊടുത്തത്. കുറ്റപത്രം കൊടുത്തതിന് ശേഷം കുറ്റപത്രത്തിലെ അപാകതകൾ സംബന്ധിച്ചാണ് KT മൈക്കിൾ ഉൾപ്പെടെയുള്ളവരുടെ
ഈ കേസിലെ തെളിവ് നശിപ്പിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അന്നത്തെ അഡീഷണൽ SI BB അഗസ്റ്റിന് 4ാം പ്രതിയായിട്ട് CBI കുറ്റപത്രം കൊടുത്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ട് പോലും പ്രതിയായിട്ട് ഉൾപ്പെടുത്തി. അപ്പോൾ KT മൈക്കിളിനെതിരെയുള്ള അന്വേഷണം കൃത്യമായി അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ളവരെ പ്രതിയായി തെളിവ് നശിപ്പിച്ചതിൻ്റെ പ്രതിപ്പട്ടികയിൽ വേണമെന്നും പറഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ കൊടുത്തു. എൻ്റെ വാദിയായ എൻ്റെ കേസ് അവിടെ ഇരിക്കുകയാണ്. ഇതേ ജഡ്ജിൻ്റെ അവിടെ തന്നെയാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പുള്ള ജസ്റ്റിസ് VK മോഹൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ വന്ന ആ കേസ് പ്രതിയുടെ ആരോപണമാണ്. ആരോപണ വിധേയനായ പ്രതിക്കൂട്ട് നിൽക്കുന്ന ആളുടെ കാര്യത്തിലും തുടരന്വേഷണം ആവശ്യമാണെന്ന് ഉത്തരവിട്ട് സന്തോഷം. അതിന് ഞാൻ എതിരല്ല. പക്ഷേ എൻ്റെ കേസിലും ഇനി തുടരന്വേഷണത്തിനും പരിഗണിക്കേണ്ട വരുമല്ലോ, പരിഹരിക്കാനിരിക്കാൻ പറ്റത്തില്ല. അപ്പം അന്വേഷി കൊലക്കേസിൽ അന്വേഷിയെ കൊലപ്പെടുത്തത് അച്ഛനും അമ്മയാണ് എന്നുള്ളത് വസ്തുത നിലനിൽക്കെ എൻ്റെ മകളെ കൊന്നു ആരോ എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ഡിഫാക്റ്റോ കംപ്ലയിൻറ്റ് പരാതിക്കാരി ഈ അച്ഛനും അമ്മയായിരുന്നു. പിന്നീട് അവർ പ്രതിയായി എന്ന് പറഞ്ഞ പോലെ KT മൈക്കിൾ ഒരു പാതിയായി വന്ന് ഹർജി കൊടുത്തു. അത് അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ വളരെ വ്യക്തമായി CBI കോടതി പറഞ്ഞത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ആ തെളിവ് എങ്ങോട്ടും പോയാലും ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ തിരിച്ചു വരാം. KT മൈക്കിൾ, താങ്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നു. താങ്കൾ ആരെയോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കലും അതുപോലെ വർഗീസ് P. തോമസും ഒക്കെ ആരോപിക്കുന്നത്. ഇതുകൊണ്ട് ആരെ രക്ഷപ്പെടുത്താനാണ്? അതായത് കേസിന്റെ ട്രയല് സ്റ്റോപ്പ് ചെയ്തത് ജോമോൻ പുത്തൻപുരയുടെ വ്യത്യസ്തം മൂലമാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അതിന്റെ പുറകെ അത് ഞാൻ പോയത്. ഞാൻ 20 കൊല്ലമായിട്ട് ഞാൻ ഇതിന്റെ പുറകെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഞാനൊരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് CBIയും നിങ്ങൾ CBIയുടെ പുറകെ നിൽക്കുന്ന ചാനലുകാരും പത്രങ്ങളും ഒക്കെ ഇത്രയും നാളും എനിക്കെതിരെ ജോമോൻ പുത്തൻപുരയാണെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ട് ഞാൻ CBIയോട് എനിക്ക് ഓർമ്മയില്ലാതെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് നല്ല CBIയുടെ മുമ്പ് ഞാൻ പോയപ്പോൾ ഞാൻ എന്റെ റെക്കോർഡുകളുമായിട്ടാണ് ഞാൻ പോയത്. ഒരു കെട്ട് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഒരു കെട്ട് റെക്കോർഡ് കേസിന്റെ മുഴുവൻ രേഖകളുമായിട്ടാണ് ഞാൻ അവിടെ പോയത്. ഞാൻ അവിടെ പോയി 3 ദിവസം അവരെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് ആത്മഹത്യയാണ്, നിങ്ങൾ പറയുന്നുള്ള കൊലപാതകമല്ല. ഓരോ തെളിവും 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾ കണ്ടു കാണും. ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. അവർക്ക് ബോധ്യമായ കേസാണ്. എനിക്ക് അവർക്ക് പേര് എന്റെ ചോദ്യത്തിനൊന്നും അവർക്ക് മറുപടിയില്ലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എനിക്ക് ഓർമ്മയില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് ഓർമ്മയോടുകൂടിയാണ് മുഴുവൻ പറഞ്ഞത്. എന്നെ നാറ്റിക്കാൻ വേണ്ടിയിട്ട്, എന്നെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം CBI എല്ലാ പത്രങ്ങളും കൊടുത്തു ഞാൻ തളർന്നു കിടക്കുകയാണെന്ന്. നിങ്ങൾ കണ്ടല്ലോ ഞാൻ തളർന്നു കിടക്കുകയാണെന്ന്. എനിക്കൊരു തളർച്ചയില്ല. ഞാൻ ഇന്നും യുവാവിന്റെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. എനിക്കൊരു തളർച്ചയില്ല. ആരോഗ്യത്തോടുകൂടി തന്നെയാണ് ദൈവം എന്നെ മുന്നോട്ട് നിൽക്കുന്നത്. സത്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ എനിക്ക് പ്രത്യേക ആരോഗ്യം തന്നിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവര് പറയുന്ന അതായത് CBIയുടെ ഒരു അഫിഡവിറ്റ് കോടതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കെതിരെയായിട്ട്. ആ അഫിഡവിറ്റിനകത്ത് മുഴുവൻ പച്ചക്കള്ളമാണ്. അവരെഴുതിയ ആ അഫിഡവിറ്റും അവർ കൊടുത്ത ചാർജിൽ ഒന്ന് പ്രത്യേകം നോക്കണം. 2 2 ചാർജിൽ പറഞ്ഞ നേരെ വിരുദ്ധമായിട്ടാണ് അവര് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവർ കോടതിയിൽ അഫിഡവിറ്റിനകത്ത് കൊടുത്തിരിക്കുന്നതിനകത്ത് സിസ്റ്റർ സെബി എന്നെ രാവിലെ വന്ന് കണ്ടു എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് അഫിഡവിറ്റിനകത്ത്. പക്ഷെ അവരുടെ ചാർജിനകത്തും അവരുടെ ബാക്കി റെക്കോർഡിനകത്തും പറഞ്ഞിരുന്ന വേറൊരു സിസ്റ്ററാണ് ഈ വിവരം പറയാനായിട്ട് എന്റെ വീട്ടിൽ വന്നു എന്ന്. അപ്പൊ നിങ്ങൾ ഓർക്കണം എന്തുമാത്രം കള്ളമാണ് ഈ CBI കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുന്നത്. ശ്രീ KT മൈക്കിൾ, ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് ഈ കൊലപാതകം നടന്ന ഉടൻ തന്നെ ഈ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ് താങ്കൾ. അന്ന് ഈ മുൻപ് ആത്മഹത്യ ചെയ്തിരുന്ന അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടും ആരോപണമുണ്ട് താങ്കൾക്കെതിരെ. അഗസ്റ്റിനെ പല വിഷയങ്ങളിലും മൊഴി മാറ്റുന്നതിന് വേണ്ടി താങ്കൾ നിർബന്ധിച്ചു എന്ന തരത്തിലും CBI ഉദ്യോഗസ്ഥർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പറയുന്നോട്ടെ, ആരോപണമുണ്ട്. ഇവര് ചുമ്മാ എന്നിട്ട് എന്ത് അവർക്ക് തെളിയിക്കാൻ പറ്റിയോ? ആരോപണമുണ്ട്. CBI കാര്യം എന്നാന്ന് പറഞ്ഞു. അഗസ്റ്റിനെ എനിക്കെതിരായിട്ട് മുഴുവൻ എന്നെ ഇതിനകത്ത് എങ്ങനെയും, അതായത് ഈ നന്ദകുമാരൻ നായർ ഈ വർഗീസ് P. തോമസിന്റെ കൂടെ SI ആയിരുന്ന ആളാണ്. അപ്പൊ ഈ വർഗീസ് തോമസിന്റെ എല്ലാ മോഡസ് ഓപ്പറാൻഡിയും അയാൾക്കറിയാം. അപ്പം അയാളെ വർഗീസ് P. തോമസിനെ രക്ഷപ്പെടുത്തേണ്ട ചുമതല ഈ നന്ദകുമാരൻ നായർക്കാണ്. ഞാൻ CBIയുടെ ആദ്യത്തിരുന്ന ക്വസ്റ്റ്യൻ എന്നെ ഞാൻ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുമ്പം അവിടെ വിളിച്ചിരിക്കുന്നു വർഗീസ് P. തോമസ് നന്ദകുമാരൻ നായരെ എങ്ങനെയുണ്ട് മൈക്കിളിനെ ശരിക്ക് വരട്ടുന്നുണ്ടോന്ന് ചോദിച്ചതായിട്ട് എനിക്കറിയാം. ഫോണിൽ വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള ലിങ്ക് ഭയങ്കരമാണ്. നിങ്ങൾ ഓർത്തോണം. പക്ഷെ എനിക്കതിന് പേടിയൊന്നുമില്ല. മടിയിൽ മുളച്ചിരിക്കുന്നവരല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. എനിക്കൊന്നും പേടിക്കാനില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ വർഗീസ് P. തോമസ്, KT മൈക്കിൾ ഇപ്പോഴും പറയുന്നത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ, അത് തെളിയിക്കുന്നവർ
ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയും ഉണ്ട് എന്നാണ്. ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കട്ടെ. ഇപ്പൊ മൈക്കിള് എനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കില്ലയോ? അയാൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാവുന്നത് ചെയ്യട്ടെ, ഞാൻ നോക്കിക്കോളാം. ഈ നന്ദകുമാർ നായർ മൈക്കിളിനെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അയാളെ വിളിച്ചു എന്ന്, ഞാൻ അങ്ങനെ ആരുമായിട്ടും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ CBIയിൽ പോകാറില്ല, ആരുമായിട്ടും ബന്ധപ്പെടാറില്ല. ഇയാള് ചോദ്യം ചെയ്യുന്ന സമയത്ത് നന്ദകുമാർ മൈക്കിളിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ വിളിച്ചു എന്ന് സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കാറുമില്ല. പിന്നെ അതുപോലെ ഇത് ഡിലേ ഇതിന്റെ ഇപ്പൊ ഈ കൊടുത്ത ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കേസിന്റെ വിചാരണ അനന്തമായി ദീർഘിപ്പിച്ച് ഈ കേസിലെ സാക്ഷികളും പ്രതികളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും മരിച്ചു പോവുകയോ സാക്ഷികളെ കണക്കിന് ഉപകാരം കൊടുത്ത് വശംവദരാക്കി സ്വന്തം സൈഡിലാക്കുകയോ ചെയ്ത് ഈ കേസ് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരേ ഒരു ടെൻഡൻസിയേ ഉള്ളൂ. ഈ മിസ്റ്റർ മൈക്കിൾ പറഞ്ഞല്ലോ, മടിയിൽ കനമുള്ളവനാണ് വഴിയിൽ ഭയം വരുന്നത്. എനിക്ക് ഭയമൊന്നുമില്ല, കനമുള്ളവർക്ക് ഭയപ്പെട്ടോട്ടെ, എനിക്ക് ആ ഭയമൊന്നുള്ള ആളല്ല. മിസ്റ്റർ മൈക്കിളിന് എന്നെ അങ്ങനെ നേരിട്ട് അറിയില്ല, ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുമില്ല. റൈറ്റ്. അവസാനമായി ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, ഈ കേസിന്റെ തുടക്കഘട്ടം മുതൽ ഇതിന് ഒരുപാട് പ്രവർത്തിച്ച ആളാണ് താങ്കൾ. നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും സമഗ്രമായ ഒരു തുടരന്വേഷണം എന്ന താങ്കളുടെ ഹർജി കോടതിയുടെ പരിഗണനയിലുമാണ്. ഇനിയും 20 വർഷമായി തുടരുന്ന അന്വേഷണം ഇനിയും ഒരു തുടരന്വേഷണമാകുമ്പോൾ ഒരുപക്ഷെ ഈ കേസ് അനന്തമായി നീളും. നേരത്തെ CBI ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് പി തോമസ് സൂചിപ്പിച്ചതുപോലെ ഈ കേസ് ഇനിയും വൈകിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട അഭയക്ക് നീതി ലഭിക്കില്ല എന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഇനിയും ഒരു തുടരന്വേഷണം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ഒരു കേസിൽ? ഈ വൈകിക്കുന്നു പറയുന്നതിൽ കാര്യമില്ല. വിചാരണ തന്നെ ഇപ്പം 1 വർഷത്തിനുള്ളിലോ 1 മാസത്തിനുള്ളിലോ നടത്തണമെന്നില്ലല്ലോ, അത് നീണ്ടുപോകും. പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 6 മാസമോ 1 വർഷത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി തെളിവ് നശിപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം നടന്നതിന് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട അതിനേക്കാൾ ഗൗരവവും ഇതിലെ തെളിവ് നശിപ്പിച്ച ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള വ്യക്തികളെ CBI കുറ്റപത്രത്തിൽ സാക്ഷിയാക്കി വെച്ചിരിക്കുക. പ്രതിയാക്കേണ്ടവരെ സാക്ഷിയാക്കിയെന്നാണ് ഞാൻ കാര്യകാരണസഹിതം എൻ്റെ ഈ ഹർജിയിലുള്ളത്. അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ശ്രീ KT മൈക്കിൾ, അദ്ദേഹം കോട്ടയം SP ആയിരുന്നു, എൻ്റെ നാട്ടിലുള്ളതാണ്, അദ്ദേഹത്തെ എനിക്ക് അറിയാം. അദ്ദേഹം ഇവിടെ എന്തൊരു പച്ചയായിട്ടാണ് പറഞ്ഞത്. ഞാനൊരു സത്യം വിളിച്ചു പറഞ്ഞെന്നു. അദ്ദേഹം എന്താ സത്യം വിളിച്ചു പറഞ്ഞത്? സിസ്റ്റർ അഭയയ്ക്ക് മെൻ്റലുണ്ട്, അതുകൊണ്ട് മാനസിക രോഗം മൂലം ആത്മഹത്യ ചെയ്താണ്. അഭയയുടെ അമ്മയ്ക്ക് മെൻ്റലുണ്ട്, ഇത് ആത്മഹത്യ ചെയ്താണ്. ഊർന്നങ്ങ് ചാടുമായിരുന്നു TV കൂടെ പറഞ്ഞു. അപ്പോൾ അഭയ ഊർന്നങ്ങ് ചാടി ആത്മഹത്യ എന്ന് പറഞ്ഞതാണ് പുള്ളിയുടെ സത്യം. ആ സത്യം ഇപ്പം അന്വേഷിക്കാൻ വേണ്ടിയാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത്. അപ്പം വേറൊന്ന്, ഞാൻ 21 വർഷമായിട്ട് പോരാട്ടം നടത്തുമായിരുന്നു. എവിടെ പോരാട്ടം? ഈ KT മൈക്കിൾ CBI കോടതിയിൽ കൊടുത്ത ഈ ഹർജിയും അതോടൊപ്പം തന്നെ ഇപ്പം അത് തള്ളുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയും ഞാൻ കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ കൂടെ എൻ്റെ കേസിൽ കൊടുത്ത ഹർജിയിൽ കോടതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് CBI കോടതിയിൽ വന്നത്. ആദ്യം സാമൂലാണ് കൊടുത്തത്, അതിനെ സാമൂലിനെ കൊണ്ട് ഇദ്ദേഹം കൊടുപ്പിച്ചാണ്. അപ്പം KT മൈക്കിൾ 21 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു പരാതി അഭയക്കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ ഞാൻ പൊതുപ്രവർത്തനം നിർത്താം. അപ്പോൾ ഈ അവസാന അഭയക്കേസിലെ പ്രതികളെ പിടിച്ചതിന് ശേഷം അദ്ദേഹം അതിന് തൊട്ടു മുമ്പ് പറഞ്ഞു, അഭയക്കേസിലെ പ്രതികളെ CBI അറസ്റ്റ് ചെയ്താലും ഞാൻ അഭയ ആത്മഹത്യയാണ്, പ്രതികൾ നിരപരാധികളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ അംഗീകരിക്കുകയില്ലെന്ന് മലയാള മനോരമ പത്രത്തിൽ കൂടെ പ്രത്യേക ഇൻ്റർവ്യൂവിലും ചാനലിലൂടെ പറഞ്ഞ ഒരു ഉളുപ്പുമില്ലാത്ത ഇതുപോലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും കൂട്ടുനിന്ന ഈ ഉദ്യോഗസ്ഥന് നാണമില്ലേ കേരള ജനത? സമയപരിമിതി മൂലം ഇടപെടുകയാണ് ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ. വളരെയധികം നന്ദി ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ. അഡ്വക്കേറ്റ് ഉദയഭാനു, KT മൈക്കിൾ, വർഗീസ് പി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുവൈത്തിൽ സ്വദേശീവൽക്കരണം ഊർജിതമാക്കുന്നു. സർക്കാർ അർദ്ധ സർക്കാർ വിഭാഗങ്ങളിൽ 90% സ്വദേശീവൽക്കരണം ഉറപ്പാക്കാൻ ഉത്തരവ് പുറത്തിറക്കി. സ്വകാര്യ മേഖലയിലും സ്വദേശീവൽക്കരണം ഉറപ്പാക്കും. വിദേശ അധ്യാപക നിയമനം നിർത്തി. തൊഴിൽ തേടിയെത്തുന്ന വിദേശികൾക്ക് വിസ വിൽപ്പന നടത്തുന്നത് മനുഷ്യക്കച്ചവടത്തിന് സമാനമായ കുറ്റമായി പരിഗണിക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രി. നിയമം 2 മാസത്തിനകം പ്രാബല്യത്തിൽ വരും. ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനി കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ വാങ്ങി മുങ്ങിയത് ബംഗളൂരു സ്വദേശി. തട്ടിപ്പിന് ഇരയായവരിൽ മലയാളികളും. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. രണ്ടാമത് സിറിയൻ സഹായ ഉച്ചകോടി അടുത്ത മാസം 15-ന് കുവൈത്തിൽ നടക്കും. 60ഓളം രാജ്യങ്ങൾക്ക് ക്ഷണം. ഉച്ചകോടി ബാൻ കി മൂണിന്റെ അധ്യക്ഷതയിൽ.
അഭയ കൊലക്കേസിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ഇനിയും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. സിബിഐയുടെ അന്തിമ റിപ്പോർട്ടും രേഖകളും കോടതി തിരിച്ചു നൽകി. വിധി മുൻ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിളിന്റെ ഹർജിയിൽ. കേസ് അനന്തമായി നീട്ടാനുള്ള നീക്കമെന്ന് CBI മുൻ ഉദ്യോഗസ്ഥൻ വർഗീസ് P. തോമസ്. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.